ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസ് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം പോസിറ്റീവായ റിസൾട്ടുകൾ അവർക്ക് ലഭിക്കുന്നില്ല. പരിശീലകനെ മാറ്റിയിട്ടും വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പല മത്സരങ്ങളിലും പരാജയങ്ങളും അതുപോലെ തന്നെ സമനിലകളും അവർക്ക് വഴങ്ങേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധങ്ങളാണ് സാന്റോസ് താരങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സാന്റോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശ്വസനീയമായ വാർത്തകൾ നൽകാറുള്ള ലുക്കാസ് മുസേറ്റിയാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സാന്റോസ് എന്ന ക്ലബിനകത്ത് ഇപ്പോൾ ഒരു ഭിന്നത ഉടലെടുത്തിട്ടുണ്ട്. ഭിന്നത രൂക്ഷമാവുകയാണ് എന്നാണ് ലുക്കാസ് മുസേറ്റി പറഞ്ഞിട്ടുള്ളത്. ഒരു കൂട്ടം താരങ്ങൾക്ക് നെയ്മർ ജൂനിയറോട് ഇപ്പോൾ വിയോജിപ്പുണ്ട്, അതല്ലെങ്കിൽ നെയ്മർ ജൂനിയറെ അവർ എതിർക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സാന്റോസ് രണ്ട് വിഭാഗമായി കൊണ്ട് പിരിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾക്ക് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അതൃപ്തിയുണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ കാര്യത്തിലാണ് അതൃപ്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ടീമിനകത്ത് പഴയതുപോലെയുള്ള ഒരു പിന്തുണ നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് ലുക്കാസ് മുസേറ്റി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് നെയ്മർക്കെതിരെ കൂട്ടായിക്കൊണ്ടുള്ള ഒരു എതിർപ്പോ പ്രതിഷേധമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ചില താരങ്ങൾക്ക് നെയ്മറോട് ഇപ്പോൾ വിയോജിപ്പുണ്ട്, പ്രത്യേകിച്ച് നെയ്മറുടെ പെരുമാറ്റത്തിൽ വിയോജിപ്പുണ്ട്. അത്തരത്തിലുള്ള ഒരു താരമാണ് എസ്കോബാർ എന്നുകൂടി ഇപ്പോൾ ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സാന്റോസിനകത്ത് കളിക്കുന്ന അർജന്റീൻ താരമാണ് എസ്കോബാർ. ഇദ്ദേഹത്തിന് നെയ്മറോട് വിയോജിപ്പുണ്ട് എന്നാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ കേവലം റിപ്പോർട്ടുകൾ മാത്രമാണ്, സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ സാന്റോസിനകത്ത് കാര്യങ്ങൾ അത്ര നല്ല പന്തിയല്ല എന്നുള്ളത് വ്യക്തമാണ്. നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താരം അത്ര ഹാപ്പിയല്ല. ഓരോ മത്സരങ്ങളിലും ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ട് കളിക്കുന്ന നെയ്മർ ജൂനിയറെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിന്റെ കാരണം സാന്റോസിന്റെ ഈ ഒരു പ്രകടനം തന്നെയാണ്. നെയ്മർ മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല, അതല്ലെങ്കിൽ സാന്റോസ് വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.